ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആട്ടോ. അപ്പോൾ വെൽക്കം ബാക്ക് ടു ദാറ്റ് സ്പെഷ്യൽ എപ്പിസോഡ്. എന്താണ് ആ സ്പെഷ്യൽ ഡേ എന്ന് ഞാൻ വഴിയെ അറിയിക്കാം. അതിനുമുമ്പ് നമുക്ക് പോയിട്ട് ഹെയർ കെയർ, സ്കിൻ കെയർ ഒക്കെ ചെയ്യാം. ഒരൊറ്റ മിനിറ്റ്. ചായ എടുക്കും. ചായ പുറത്തെങ്ങാനും പോയി കുടിക്കുന്നു പോയി. ചുമ്മാ ഗെയിമും കളിച്ചോണ്ടിരിക്കണല്ലേ? ചുമ്മാ ഗെയിമാ? എത്ര രൂപ ഞാൻ ഇതുകൊണ്ട് സമ്പാദിക്കണമെന്ന് അറിയോ? കാണണോ? വിശ്വാസമായില്ലേ? കണ്ടോ, ഇതാണ് രാജ വിൻ ഗെയിമിംഗ്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കണ്ടോ, ഞാനിപ്പോൾ ലോഗിൻ ചെയ്തേക്കുന്ന എൻ്റെ ഐഡിയിലാണ്. ഇതിൽ നേരെ നമുക്ക് ഹോം പേജ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഗെയിമുകളുണ്ട്. അതിനകത്ത് ഞാൻ ലോട്ടറിയിൽ ബിൻഗോ ഓപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കളർ സെലക്ഷൻ, കളർ പ്രഡിക്ഷൻ പോലത്തെ ഒരു ഗെയിമാണ്. ഇതിന് നമുക്കൊരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രഡിക്ഷൻ ലിസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് നോക്കിയിട്ട് ഗെയിം കളിച്ചു തുടങ്ങാവുന്നതാണ്. ₹1 മുതൽ 1000 rupees വരെ നമുക്ക് ഡെപ്പോസിറ്റ് എമൗണ്ട് ആഡ് ചെയ്ത് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ 1000 rupees ×1 ×10 അങ്ങനെ ഇരട്ടി അങ്ങനെയൊക്കെ നമുക്ക് കളിക്കാവുന്നതാണ്. പക്ഷേ ഞാനിപ്പോൾ ഒരു ചെറിയൊരു എമൗണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്, ₹1. അത് ×1. അപ്പോൾ നോക്കിക്കോ, എൻ്റെ റിസൾട്ട് നിങ്ങൾ നോക്കിക്കോ കേട്ടോ. കണ്ടോ, 1960 rupees ആണ് എനിക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിരിക്കുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് ഗെയിമിനകത്ത് അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ഇപ്പൊ വിശ്വാസമായില്ലേ? ഇത് ജസ്റ്റ് എന്താ ചെറിയൊരു എമൗണ്ട്, വലിയ എമൗണ്ട് യൂസ് ചെയ്താൽ വലിയ എമൗണ്ട്. എല്ലാ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, കയറി ചെക്ക് ചെയ്തോ. പിന്നെ ക്യാഷ് വെച്ചുള്ള കളി ആയതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചോട്ടോ. ഇനി എൻ്റെ കുഞ്ഞു ടിപ്പ് പറഞ്ഞു തരട്ടെ. എണീറ്റ വഴി കൈ കിട്ടുന്ന വെള്ളം നിറച്ചങ്ങോട്ട് കുടിക്കുക. ഒരുപാട് അങ്ങോട്ട് കുടിച്ചില്ലെങ്കിലും അത്യാവശ്യം പറ്റുന്ന പോലെയൊക്കെ കുടിക്കുക കേട്ടോ. എന്നിട്ട് വയറങ്ങോട്ട് ഫില്ലാക്കി വെച്ചിട്ട് നേരെ വാഷ്റൂമിലോട്ട് പോയിക്കോ. ബാക്കി പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ബോഡിയും മൈൻഡൊക്കെ റീഫ്രഷ്ഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് നേരെ മുടിയിലോട്ട് കിടക്കാൻ, മുടിയൊക്കെ ഒന്ന് അഴിച്ച് പണിയണം, നിറച്ച് ജടപടയണം. അപ്പോൾ അകത്ത് നിന്ന് അധികം പണിയാനുള്ള കാരണം അറിയാലോ, മുടിമഴ പെയ്യും അകം മൊത്തം. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരെ പുറത്തോട്ട് ഇറങ്ങിയിട്ടോ. പുറത്ത് നല്ല ചൂടാണ്, അകത്തും നല്ല ചൂടാണ്. പക്ഷെ എന്ത് ചെയ്യാനാ. അപ്പോൾ മുടി ഇങ്ങനെ ചിക്കണ സമയത്ത് ഹെയർ സെറോ അല്ലെങ്കിൽ റോസ്മേരി വാട്ടറൊക്കെ ഞാനിങ്ങനെ പുരട്ടി കൊടുക്കാറുണ്ടോ. മുടി നന്നായിട്ട് ഡ്രൈ ആയി പൊട്ടിപ്പോകുന്നുണ്ട്. ഇപ്പോൾ പൊഴിച്ചിലല്ല, പൊട്ടിപ്പോലാണ് ചെയ്യണത്. എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ച് ഉറപ്പായിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് നേരെ സ്കിൻ കെയറിലോട്ട് പോകാം. ഇത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതെന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് ആദ്യം പറയാം, എന്നിട്ട് എന്തിന് ചെയ്യുന്നു എന്ന് പറയാം കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് ഗ്ലിസറിൻ എടുത്തു, ഒരു 5-6 ഡ്രോപ്സ് ഗ്ലിസറിൻ എടുത്തു. പിന്നെ അതുപോലെ തന്നെ റോസ് വാട്ടറും സെയിം എമൗണ്ട്. പിന്നെ ഒരു ക്യാപ്സ്യൂൾ, വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എടുത്ത് സ്ക്യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കയ്യിലും കാലൊക്കെ അങ്ങോട്ട് വാരിപ്പൊത്തിക്കോ, മുഖത്തും പൊത്തിക്കോ. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫേസും കൈയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, രണ്ടും രണ്ട് കളറാണ്. അതെൻ്റെ ഒരു അസുഖം കേട്ടോ, വേറെ ഒന്നുമല്ല. എനിക്ക് വെയിലും അല്ലെങ്കിൽ വെയിൽ കടിക്കില്ല, പക്ഷേ കൊതുക് കടിച്ചാലും വെയിലടിച്ചാലും നന്നായിട്ട് ചൊറിയും കൈയൊക്കെ. അപ്പം ഞാൻ മാന്തുമ്പോൾ ആ പോർഷൻ മൊത്തം ബ്ലാക്കായി മാറും. എല്ലായിടത്തും ഒരേപോലെ ബ്ലാക്ക് ആയാലും ഞാൻ ഹാപ്പിയാണ്. പക്ഷേ ഇത് അവിടെ ഇവിടെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് മാന്തുന്ന പോർഷൻ മാത്രം. കുഞ്ഞിലെ മുതൽ ഇതിൻ്റെ പേരിൽ ഒരുപാട് ബോഡി ഷേമിങ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടുകാരും വീട്ടുകാരും വക സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ്സ്, സജഷൻസ് എല്ലാം നമ്മൾ വയറ്റി നോക്കിയിട്ടുണ്ട്. പക്ഷേ അതിനെപ്പറ്റിയൊക്കെ വീഡിയോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഒട്ടും ടൈം കളയണ്ട, നമ്മുടെ സ്പെഷ്യൽ ഡേയിലെ. അപ്പോൾ ജിൻചേട്ടനെ വിളിച്ച് അടുക്കള കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും നമ്മുടെ ദീപിക പതുക്കോൻ്റെ ഫേവറേറ്റ് ഡിഷായിട്ടുള്ള ആ ചീസി ക്രീമി കറിയുടെ പേര് മറന്നുപോയി, ആ കറി അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആ കറി അല്ല കേട്ടോ, ദാറ്റ് കറി, ദാറ്റ് മീൻസ് ദാറ്റ് കറി. അപ്പോൾ അതിന് വേണ്ടത് ഒരു സവാള, ഒരു തക്കാളി, കുറച്ച് പച്ചമുളക്, ഇതെല്ലാം അരിഞ്ഞവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ചേട്ടൻ്റെ കലാപരിപാടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പരിപാടിയിലോട്ട് കിടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏകദേശം അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിൽ നന്നായിട്ട് ബട്ടർ ഇട്ടിട്ട് അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സവാള, തക്കാളി, പച്ചമുളക് എല്ലാം കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, കുറച്ചും കൂടി ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് ഇളക്കുക, അടച്ച് വെക്കുക. ഇതാണ് ഇത്ര ഉള്ളൂ കേട്ടോ പരിപാടി. വേറെ അധികം പരിപാടികളൊന്നുമില്ല, സിമ്പിളാണ്, അടിപൊളിയാട്ടോ. ഞാൻ കാണിച്ചുതരാം. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ മസാലപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ആഡ് ചെയ്തതാണ് ഈ ചിക്കൻ ബോൺലെസ് പീസ് ഉണ്ട്, അതും കൂടി മിക്സ് ചെയ്ത് അടച്ചു വെച്ചു. ചിക്കൻ ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നിറയെ ചീസ് ഇട്ടിട്ട് ഒന്നും കൂടി അടച്ചു വെക്കുക. ചീസ് മെൽറ്റ് ആകുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു രക്ഷയില്ലാത്ത കറിയായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയാനില്ല, കിഡിലൻ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കിഡിലൻ ടേസ്റ്റ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഡേ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ആക്ച്വലി ഇന്ന് ഈദ് ഡേ ആണ്. കുറച്ച് ഡേ ലേറ്റ് ആയതുകൊണ്ടാണ് ഞാനിത് പറയാനും ലേറ്റ് ആയത്. ഇത് നമ്മുടെ ഈ ഡേയുടെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റാണിത്. ഇതിൻ്റെ ജെനുവിൻ എക്സ്പ്രഷൻ ആട്ടോ, കിഡിലൻ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. ആക്ച്വലി ദീപിക പതുക്കോൻ്റെ സ്പെഷ്യൽ ഡിഷിൽ ചിക്കൻ ഇല്ലായിരുന്നു, ഞാനത് ആഡ് ഓൺ ചെയ്ത കേട്ടോ. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തപ്പോൾ കിഡിലായിപ്പോയി. അപ്പോൾ ട്രൈ ചെയ്ത് വെക്കാം. അപ്പോൾ ഇനി നമ്മുടെ ഈദ് ഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈദിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വേണം ബിരിയാണി ഉണ്ടാക്കാൻ. ബിരിയാണിയും സ്പെഷ്യലാണ്, നല്ല ഒത്തൻറ്റിക് ടേസ്റ്റ് കിട്ടുന്ന കിട്ടില്ല ബിരിയാണിക്കുള്ള അടിപൊളി റെസിപ്പിയാണ്. ശ്രദ്ധിച്ച് കണ്ടോട്ടോ. ഒരു വെളുത്തുള്ളി മീൻസ് ഒരു കുടം വെളുത്തുള്ളി എടുത്ത്
തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ജിൻചേട്ടനെ വിളിക്കാം. ആക്ച്വലി ജിൻചേട്ടൻ വാക്കുള്ള ഡേ ആണ്, പക്ഷേ ബിരിയാണി ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യാൻ വരാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് സവാളയൊക്കെ അരിയാൻ കൊടുത്തിട്ടുണ്ട്, അരിയാനുള്ള എല്ലാ ഐറ്റംസും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചടപട എന്ന് പറഞ്ഞ് ബിരിയാണിയിലോട്ട് കിടക്കണം. അപ്പോൾ ഇതിൻ്റെ അരിയണം കുറച്ച് കാര്യങ്ങൾ വെറുതെ ഇങ്ങനെ എടുത്ത് വെച്ചതാട്ടാ. എന്തായാലും നമുക്ക് ബിരിയാണി പരിപാടിയിലോട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ട ഐറ്റംസ് ഞാൻ കാണിക്കാം. 2 കുഞ്ഞ് സവാള എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ വെളുത്തുള്ളി പിഴിഞ്ഞ് വെച്ചിട്ടില്ലേ അതിൻ്റെ ജ്യൂസും, പിന്നെ അതിൻ്റെ ബാലൻസിന് എന്താ പറയുക, പിശടോ അങ്ങനെ പറയാം. പക്ഷെ ആക്ച്വലി നമ്മുടെ വീട്ടിൽ പറയുന്നത് ചൊക്ലി എന്നാട്ടോ. ആ പിശടെന്ന് പറയാനൊരു പ്രത്യേക ഫീല് തോന്നിയിട്ട് ഞങ്ങളിട്ട പേര് ചൊക്ലി. അപ്പോൾ നിങ്ങൾ അത് ഓർക്കുക കേട്ടോ. പിന്നെ നമ്മുടെ കൈമയാണോ ജീര റൈസ് അത് കേട്ടോ എടുത്തിരിക്കുന്നത്, അത് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സവാള തക്കാളി എല്ലാം എടുത്തിട്ടുണ്ട്. പാൻ ചൂടാക്കിയിട്ട് ഗീ ഒഴിച്ച് കൊടുത്തു. ഇനി നമ്മുടെ ബേ ലീഫ് കറുകപ്പെട്ട കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ ചൊക്ലി അതായത് വെളുത്തുള്ളിയുടെ പിശട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സവാള തക്കാളി മുളക് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. ഉപ്പിട്ട് മിക്സ് ചെയ്താൽ പെട്ടെന്ന് വാടും. എന്നിട്ട് നമുക്ക് ഇനി കുറച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മല്ലിപ്പൊടി മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആ സമയത്ത് നമുക്ക് നമ്മുടെ ചിക്കനിൽ മുളക് പുരട്ടി വെക്കാം കേട്ടോ. ഉപ്പും മുളകും പുരട്ടി വെച്ചിട്ടുണ്ട്. അത് കുറച്ചേരം ഇരുന്നതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുത്തു, അടച്ചു വെച്ചു. അവിടെ ഇരുന്ന് വേവട്ടെ. ആ ടൈമിൽ ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഇത് എന്താണെന്നറിയോ, ഇത് നമ്മളുടെ മാഗി വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയൊരു സീഡാട്ടോ. അതായത് ഇറ്റാലിയൻ ബാസിലാണ് ഉണ്ടായി വന്നത്. അടിപൊളിയാണ്. നമ്മുടെ ഈ തുളസിയുടെയും ഈ മല്ലിയിലയുടെയൊക്കെ ഒരു വേർഷൻ. അപ്പോൾ അതവിടെ നിന്ന് വേവട്ടെ. ആ സമയത്ത് നമുക്ക് പോയിട്ട് റെസ്റ്റ് എടുത്തിട്ട് വരാം. അത്രയും ചൂടത്ത് നിന്നിട്ടുണ്ടല്ലോ, ഉരുകിപ്പോയി. അപ്പോൾ AC ഇട്ട് നൈസായിട്ട് വന്ന് കിടന്നപ്പോൾ ഇഞ്ചേട്ടൻ കൈയോടെ പൊക്കി. പിന്നെ നമ്മുടെ ഓയിൽസൊക്കെ റീഫിൽ ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇഞ്ചേട്ടൻ അതൊക്കെ റീഫിൽ ചെയ്യണമായിരുന്നു. ആ ടൈമിൽ ഞാൻ പോയിട്ട് ചിക്കൻ വെന്തോ നോക്കി. ചിക്കൻ നന്നായിട്ട് വെന്ത് കുഴഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ളതാണ് നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ട കാര്യം. നമ്മൾ കഴുകി വെച്ച അരിയിലെ ഈ മസാലയിലോട്ട് ചിക്കനിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ പിഴിഞ്ഞ് വെച്ച വെളുത്തുള്ളി ജ്യൂസില്ലേ അത് അതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ അരിയും ചിക്കനും ഗ്രേവിയും അവരെല്ലാവരും ഒന്നാവണം ഗൈസ്. എന്നിട്ട് നമ്മൾ ഈ ഒരു ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് അരിയാട്ടോ എടുത്തത്. അപ്പം 3 ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചിക്കനിലെ ഗ്രേവി റൈസും കൂടി നന്നായിട്ട് മിക്സായി ആ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം മാത്രം നമ്മുടെ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കുക. ഈ ടൈമിൽ നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്യാം. ഉപ്പ് ഇത്തിരി കൂടി എന്നാലും കുഴപ്പമില്ല, വറ്റി വരുമ്പോഴത്തേക്കും കറക്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് നമുക്ക് അടച്ച് വെക്കാം. അത് അവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയത്ത് നമുക്ക് കുറച്ച് മുട്ട പുഴുങ്ങിയെടുത്താലോ. മുട്ട പുഴുങ്ങാൻ ഞാൻ ഇനി പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അവിടെ ഒരു ടിപ്പുണ്ട്. ഇത്തിരി വിനീഗറും കൂടി ഒഴിച്ചിട്ട് മുട്ട പുഴുങ്ങാൻ വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അതിങ്ങനെ പൊട്ടിപ്പോവില്ല. അല്ലെങ്കിൽ ബോയിലാവുമ്പോൾ തമ്മിൽ പൊട്ടിപ്പോവില്ലേ. ഇതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ ഈ എടുത്തറിഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മുടെ ബിരിയാണി ഇന്നൊന്നും റെഡിയാവില്ല എന്ന് മനസ്സിലാക്കി ചേട്ടൻ മുഹബത്ത് കാ സർബത്ത് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനായിട്ട് ആദ്യം കസ്കസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി വാട്ടർമെലൺ എടുത്ത് പച്ചപ്പാലും പഞ്ചസാരയും കൂടി ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ട്. അതായത് ജ്യൂസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് വാട്ടർമെലൺ കഷ്ണങ്ങൾ ആഡ് ചെയ്തിട്ട് വീണ്ടും പച്ചപ്പാൽ അതിനകത്തോട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കസ്കസും കൂടി ഇട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് ഫ്രീസ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ മുഹബത്ത് കാ സർബത്ത്. അപ്പോൾ മുട്ടയൊക്കെ പുഴുങ്ങി എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിഞ്ചട്ടാൻ സമയത്ത് പാത്രങ്ങളൊക്കെ കഴുകി തരാമെന്ന് പറഞ്ഞു. മാധുവാണെങ്കിൽ അവിടെ ഒറ്റയ്ക്ക് നല്ല കളിയിലാണ്. അപ്പോൾ ഞാൻ ബിരിയാണി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു, ഈ ഹോട്ടലിലൊക്കെ കൊടുക്കുന്ന പോലെ. അപ്പോൾ അതിനൊരു കണ്ടെയ്നർ എടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് റൈസ് ഇട്ട് കൊടുത്തു, പിന്നെ മുട്ട ഇട്ട് കൊടുത്തു, പിന്നെ അത് ഫില്ല് ചെയ്ത് പിന്നെ ഒന്ന് ഇതുപോലെ ചെയ്തിട്ട് ഒരു കേക്ക് പരുവത്തിലാവുമോ എന്ന് വിചാരിച്ചു. കണ്ടോ ആയി. പക്ഷേ ആദ്യത്തെ ഫ്ലോപ്പ് ആയിരുന്നു കേട്ടോ, അത് ഞാൻ നിങ്ങളെ കാണിച്ചില്ല. എന്നിട്ട് നമ്മുടെ ബേലീഫ് അല്ലല്ലോ എന്തെന്നായിരുന്നു, ഇറ്റാലിയൻ ബാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതല്ലേ, അപ്പോൾ അതുകൊണ്ട് വെച്ചാട്ടോ. പിന്നെ നമ്മൾ ലൈം ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മുഹബത്ത് കാ സർബത്ത് അതും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി നമ്മുടെ ഈദ് ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈദ് ലഞ്ചിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ലേറ്റായി പോയെങ്കിലും എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ എന്താ പറയാൻ വന്ന, അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മളുടെ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ടേസ്റ്റില്ല, ആ ടേസ്റ്റും എസൻസൊക്കെ അതിലെ എസൻസ് ആഡ് ചെയ്തപോലെ ഫീൽ ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞ ഗാർലിക്കിൻ്റെ ആ ടിപ്പില്ലേ അത് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ മുഹബത്ത് കാ സർബത്ത് അടിപൊളിയായിരുന്നുണ്ടാ, ഒരു രക്ഷയിലായിരുന്നു. ഇനി മുഹബത്ത് കാ സർബത്ത് ആരെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്ന് ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്ത് കഴിച്ചു നോക്കട്ടോ. കിട്ടില്ല ടേസ്റ്റാണ്. ഐസ്ക്രീമൊക്കെ ബാക്കിൽ നിൽക്കും, അത്ര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് നടക്കാനിരിക്കാനും പറ്റാത്ത അവസ്ഥയെ എല്ലാം കൂടി വേറെ ഫില്ലായി. എന്നാൽ പിന്നെ കുറച്ചൊരു ഉറങ്ങി എണീറ്റിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നിങ്ങളോട് പറയുന്ന സീനാണ് കാണുന്നത്. അവിടെ പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം? ഞാൻ ഡബ് ചെയ്തിടുന്നതാണോ അല്ലെങ്കിൽ അപ്പോൾ നിങ്ങളോട് സംസാരിച്ച് ചെയ്യുന്നതാണോ? എന്താണ് ഇഷ്ടം എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഈദ് ഡേ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്ത് കൂടി നിൽക്കണ എല്ലാവർക്കും താങ്ക് യു. ബൈ.